വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗ് വീഡിയോ ആണ്. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ കൊടൈക്കനാൽ പോവാണ്. മഞ്ഞമ്പൽ ബോയ്സ് ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ കൊടൈക്കനാൽ പോയിട്ട് ഗുണ കേവ് ഒന്ന് കാണണമെന്ന്. അപ്പോൾ അത് ഒരു ദിവസമൊക്കെ കിട്ടിയപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. ഇപ്പം പറയലും കൂടെ ഉണ്ടാവുന്ന വെച്ചിട്ട് സിസ്റ്റർ ഫാമിലി ഉണ്ടായിരുന്നു. എൻ്റെ സിസ്റ്റർ I don't wanna go out, I just wanna stay in with you, in with you. ഇത് വേദുവാണ്, സിസ്റ്ററിൻ്റെ എൻ്റെ അനിയത്തിയുടെ രണ്ടാമത്തെ കുട്ടിയാണ് കേട്ടോ. ഭയങ്കര കുറുമ്പിയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. Give me a sense of direction, give me some time for introspection. അങ്ങനെയാണ് ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയിട്ട് അത് ഒരു പുഴയുടെ ഒക്കെ അടുത്തുള്ള ഒരു ഹോട്ടൽ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. പക്ഷെ ഇത് കുറച്ച് മുന്നത്തെ വ്ളോഗായത് കാരണം എനിക്ക് ഹോട്ടലിൻ്റെ പേരൊന്നും ഓർമ്മയില്ല കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇതുവരെ കുറച്ച് സമയമെടുത്തു. അപ്പം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് വീഡിയോയിലൊക്കെ ആയിട്ട് കളിച്ച് കഴിച്ചിരുന്നിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ യാത്ര തുടർന്നു. അപ്പോൾ പിള്ളേരൊക്കെ നല്ല ഫോമിലായിരുന്നു കേട്ടോ. അവരിങ്ങനെ പാട്ടൊക്കെ പാടി നമ്മൾ കാറിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നപ്പം അതിനേക്കാളും സൗണ്ടിൽ ഇവരിങ്ങനെ പാടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. Just wanna be far ഉടലും വരും ഈ മൂടിയ നേരം ശ്വാസം പറയും വാക്കും ഈ കണ്ണില് നോക്കും പകരം ഞാനെന്നു തരാനായി സ്നേഹം നൽകൊന്നു തരാനായി ചുണ്ടാകുന്നു നിന്റെ ഒരു അയ്യോ അടിയിൽ പിന്നെ കുറച്ച് കോഴികളും കൊറേ നേരയില്ല. കേട്ടോ ഇതാണ് പിള്ളേരുടെ ഓളി കേട്ടോ. അവരിങ്ങനെ അവർക്ക് എക്സൈറ്റഡ് അല്ലേ ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ. അപ്പം നമ്മൾ ഇങ്ങനെ മലയൊക്കെ ഇങ്ങനെ കയറി കൊടൈക്കനാൽ എത്താനൊന്നും പറ്റില്ല കേട്ടോ. ഒരു നല്ലൊരു സൺസെറ്റൊക്കെ കാണുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്.
നമ്മളിനി ഞങ്ങൾ ടൗണൊക്കെ കയറിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. താഴെ കണ്ടോ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണുന്നത്. അതൊക്കെ ഇനിയും നമുക്ക് കുറച്ച് പോകാണ്ട് കേട്ടോ. ഞങ്ങൾ ഏറ്റവും പൊക്കത്താണ് റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചുകൂടി യാത്രയുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് രാത്രിയായിട്ട് എത്തിയപ്പോൾ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോട്ടേജ്. പക്ഷേ ഇതിൻ്റെ പേരും ഞാൻ മറന്നുപോയി. ഞാൻ നോക്കട്ടെ, ചേർന്നിട്ട് ചോദിച്ചു നോക്കാം. ഞാൻ മറന്നു കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിങ്ങനെ ഫുൾ ഇതിൻ്റെ ചുറ്റുപാട് ഇങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ എടുത്തേക്കുന്നത് ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ എന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇത് രാത്രിയത്തെ വ്യൂ ആണ്. അപ്പോൾ അനുക്കുട്ടി അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ബാഗും പെട്ടി സാധനങ്ങളൊക്കെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ ഒന്നും ആ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം അനുക്കുട്ടി ഇങ്ങനെ നിന്നിട്ട് ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. ഇതിനെന്താണോ തണുക്കാതെന്നാണോ സ്വെറ്ററൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. എന്നാലും തണുപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് ഇങ്ങനെ കാണാനുള്ള നമുക്കൊരു ഇതുണ്ടാവില്ലേ, അതിൽ അങ്ങനെ ഒരു ഇതിൽ പുറത്തേക്ക് വന്നതാട്ടോ. അതിങ്ങനെ ഊതുമ്പോൾ ഇങ്ങനെ വായന്ന് ഇങ്ങനെ പുകയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ച് തന്നിട്ട് ഇങ്ങനെ അമ്മ അതിലേക്ക് വരുന്നുണ്ടോ, ഇങ്ങനെ വായൻ പുക വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്നിട്ട് പതുക്കേനെ. അപ്പോൾ അവിടെ ഒരു പട്ടിയുണ്ട്. എനിക്കത് കാരണം പേടിയുണ്ടായിരുന്നു. അതാണ് പേടി നമ്മുടെ ഒക്കെ. ഞങ്ങൾ ഇറങ്ങിയ നേരത്തെ അത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ചേച്ചി പോയില്ലേ, ആ ചേച്ചി അവിടെ നിന്ന് ഇങ്ങനെ മാറ്റുകയായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് ഞങ്ങൾ ക്യാമ്പ് ഫയർ. അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് സെറ്റ് ചെയ്തത്. ചപ്പാത്തിയും ചിക്കൻ കറിയും അങ്ങനെ അതായിരുന്നു ഭക്ഷണം കേട്ടോ. അതിൽ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ കൊടുത്തു. ബിസ്ക്കറ്റ് അങ്ങനത്തെ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഇനി യാത്ര ചെയ്യാനും ഇങ്ങനെ ഛർദിയൊക്കെ വന്നതിനൊന്ന് പേടിച്ചിട്ട്. അപ്പോൾ വന്നോടൊന്നും ഫ്രൂട്ട്സൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചു അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഋത്വിക എന്നാണ് അവളുടെ പേര്. അച്ഛൻ്റെ പേര് അൻസിക എന്നാണ്. എൻ്റെ മൂത്താളുടെ പേര് അൻവിക എന്നാണ്. പിന്നെ ഒരു ചെറിയൊരു ചികിട് അവിടെ നടക്കുന്നില്ലേ, അതിൻ്റെ പേര് ഋത്വേദ എന്നാണ്. ഋത്വേദയും പിന്നെ അൻവികയും അൻസികയും ഇതാണ് കേട്ടോ. ഇനി 2 പിള്ളേരും കൂടി ഉണ്ട് ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ ഫാമിലിയിൽ ചേട്ടൻ്റെ പിള്ളേരുണ്ട്. അവർക്ക് 2 കുട്ടികളുണ്ട്, സാവനും സഹർഷും. 2 ആൺകുട്ടികളാണ്. അവരുണ്ടായിരുന്നില്ല കേട്ടോ. സഹർഷിന് വിശേഷമായിട്ട് ഇരിക്കണ കാരണം അവർക്ക് വരാനൊന്നും പറ്റിയില്ല. ഞങ്ങള് കുറച്ചപ്പം ഒട്ടുകൂടി ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല തണുപ്പായിരുന്നു. അപ്പം തീയൊക്കെ കത്തിച്ചിട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് നമുക്ക് ചൂടുള്ളൂ. പക്ഷെ തീ സൈഡിക്കാൻ പോയിരുന്നെങ്കിൽ അപ്പം നമുക്ക് ഭയങ്കര തണുപ്പടിക്കും. അപ്പോൾ വേഗം തന്നെ ഈ ജാക്കറ്റ് ഇട്ടിട്ടായിരുന്നു. ജാക്കറ്റായിരുന്നു ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ജാക്കറ്റ് ഇട്ടു, തൊപ്പിയൊക്കെ ഇട്ടിട്ട്. പിന്നെ ഡാൻസ് തന്നെ. ഇത് പിള്ളേർ ഭയങ്കര ഡാൻസ് കൂട്ടൊക്കെ കളിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ ചേട്ടനും ഭയങ്കര ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പാട്ട് വെക്കണ ഒരു ബോക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മൈക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂല്ലോ. ഒരു എൻജോയ്മെൻ്റ് ഒക്കെ ഞങ്ങൾ തന്നെ പാട്ട് പാടും, പാട്ട് വെച്ച് ഡാൻസ് കളിക്കും. ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഇത് അനുക്കുട്ടിയുടെ ഡാൻസ് ആട്ടോ. അത് ഏതാന്ന് പറയുക പാട്ട്, നമ്മുടെ കിളി നല്ല പാട്ടില്ലേ, ആ പാട്ടിനുള്ള ചുവടുകളാണ്. പാട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടിട്ടില്ല. വന്നാലോ എന്നല്ല, എന്തായാലും വരും. അങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുകയുള്ളൂ. പിന്നെ കോപ്പിറൈറ്റ് ഒന്നും മേടിക്കണ്ടല്ലോ. അപ്പോൾ ചെറുതാണെങ്കിൽ അവൾക്ക് ഈ സ്വെറ്റർ ഇഷ്ടമല്ലാണ്ട് ആദ്യമായിട്ടാണ് ഇടുന്നത് ഈ ജാക്കറ്റ്. അപ്പം കഴുത്തിൻ്റെ അവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ ബുദ്ധിമുട്ട് പോലായിട്ടായിരിക്കും. മോൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയതുകൊണ്ട് വേണ്ട, പിന്നെ കഴുത്തിൽ പിടിച്ച് വലിക്കുക, തൊപ്പി പിടിച്ച് വലിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഭൈരവം പാട്ടാട്ടോ. ഇത് അത്രയും നേരം വെറുതെ നിൽക്കാതെ അടിച്ചില്ല. ആ ഒരു നല്ല ഫാസ്റ്റും ബീറ്റ് വരുന്ന ഒരു സമയം, ആ ഒരു ഇതുണ്ടല്ലോ ആ പാട്ടില്, അതിന് ഡാൻസ് കളിക്കണം കേട്ടത്. ഞാൻ റീലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവര് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ എടുത്തിരുന്ന് പഠിച്ചിട്ട് ആ പാട്ടിനനുസരിച്ച് ഇങ്ങനെ കളിക്കണം കേട്ടോ. ഞാനപ്പോൾ ചോദിച്ചാൽ അപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു
ഇതെന്താ ഇതൊക്കെ പഠിച്ചത് ഈ ഡാൻസ് രണ്ട് ചോദിച്ചപ്പോൾ അപ്പൊ ഞാൻ കുറെ മുന്നേ ഞങ്ങളെ പാട്ടിറങ്ങിയപ്പോൾ ഡാൻസ് കളിക്കാൻ പഠിച്ചതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഡാൻസും ഇതൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം നേരം ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ. പിന്നെ വിശന്ന് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ചപ്പാത്തിയും ചിക്കൻ കറി അവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ഫുഡ് എന്തെങ്കിലും ആക്കിക്കോളോ പറഞ്ഞപ്പോൾ അവർ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേഗം തന്നെ കിടന്നു കേട്ടോ. കിടക്കാമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, തണുത്തിട്ട്. അത് നല്ല മറ്റേ ബ്ലാങ്കറ്റും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ചൂട് പിടിച്ച് വരണ്ട നമ്മുടെ മേല്. പക്ഷേ ഭയങ്കര തണുപ്പായിരുന്നു, ബെഡൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു അതിന്. അപ്പോൾ എന്നാലും പിന്നെ ഉറങ്ങാണ്ട് നിവർത്തിയില്ലല്ലോ. എനിക്കാണെങ്കിൽ ഈ അലർജി ഉണ്ട്, തണുപ്പ് ഇതൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര അലർജിയാണ്. തുമ്മലും ചീറ്റലും ബഹളമാണ്. അപ്പം എനിക്ക് തുമ്മലൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇങ്ങനെ തൊണ്ടയൊക്കെ ഭയങ്കര എന്തോ പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതെൻ്റെ ഡ്രസ്സാട്ടോ. ഇത് ഞാൻ തയ്ച്ചതാണ്. മെറ്റീരിയൽ മേടിച്ചതിന് മിക്കവാറും എൻ്റെ മെറ്റീരിയൽ മേടിച്ച് ഞാൻ തന്നെ തയ്ക്കുന്ന ഡ്രസ്സെല്ലാം ഞാൻ ഇടാറ്. അപ്പോൾ ഇതിങ്ങനെ ആലിയ കട്ട് പോലെ ഇങ്ങനെ ഫ്രണ്ടിലിങ്ങനെ ഫ്രില്ല് വെച്ചിട്ട് ഞാൻ തയ്ച്ചേക്കുന്നതാണ്. പിന്നെ അത്രയേ ഉള്ളൂ. ഇനി നാളെ പുറത്തേക്ക് ഇറങ്ങണം, മറ്റേ ഗുണ കേവ് കാരണം അതാണ് മെയിനായിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. Of direction, give me some time for introspection. Give me a sense of direction. Give me a sense of direction. Give me a sense. Give me a sense. Give me a sense of forward motion. We need to keep on going. We need to keep on going. We need to be forward thinkers. ചൂടായി Kerala to White Island. Give me a sense of direction. Give me some time for introspection.